Hi friends, welcome to Gigi Malayalis food recipes. ഇന്നൊരു സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈ ആണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. കൊഞ്ചിന് പകരം നമ്മുടെ സാധാ ചെമ്മീൻ എടുത്താലും ഇതേ രീതിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ പ്ലേറ്റ് കാലിയാക്കാൻ വേറെ സമയമൊന്നും വേണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയുന്നത്. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ എടുക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും കൊഞ്ചാണെങ്കിലും ചെമ്മീനാണെങ്കിലും തൊണ്ട് കളഞ്ഞ് നല്ല നീറ്റായി ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കുക. അതെങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യുന്നതെന്നത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ മുകളിൽ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. കൂടാതെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കൂടി കൊടുത്തേക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണുന്നതാണ്. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 1/2 കിലോയിൽ താഴെയായി കൊഞ്ചെടുത്തിട്ടുണ്ട്. തൊണ്ട് കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കണം. ഫ്രൈക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാള ചെറുതായിട്ട് അരിയണം. ഞാനിവിടെ അരിഞ്ഞത് കുറച്ച് വലുതായി പോയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് അരിയുമ്പോഴാണ് കേട്ടോ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നിങ്ങൾ അരിയുമ്പോൾ നന്നായി ചെറുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് ഒരു 4 ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി. ഇവയെല്ലാം കൂടി ഞാനിപ്പോൾ ഒരു മിക്സീൻ്റെ ജാറിലിട്ട് ചതച്ചെടുക്കുക. അരഞ്ഞു പോവാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ്. ഞാനിവിടെ 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചതച്ചെടുക്കണം. വേറെ എരിവിന് വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. ഇനി ഒരു ചെറിയ കഷ്ണം വാളംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം. നമ്മൾ പെട്ടെന്നാണ് ചെയ്യുന്നതെങ്കിൽ ഒരു അല്പം പുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഇപ്പം ഞാൻ സാമ്പാറിനും കൂടി വേണ്ടിയിട്ടുള്ള പുളി എടുത്തത് കൊണ്ടാണ് ഇത്രയും അധികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചൂടായിട്ടുള്ള പാൻ ആയതുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിന് വെള്ളം ഒലിക്കുന്നത് കാണുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പാനിലേക്ക് പ്രൗൺസ് ഇട്ടതിന് ശേഷം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അപ്പോൾ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമുക്ക് ഈ കൊഞ്ചൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ പ്രൗൺസിലേക്ക് എല്ലാം നന്നായിട്ട് പിടിക്കണം. നന്നായി കണ്ടോ വെള്ളമൊക്കെ വറ്റി വരുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചില്ല, അതിന്ന് വരുന്ന ആ ഒരു വെള്ളം മാത്രമാണ് ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ മൂടി വയ്ക്കാം. അപ്പോൾ ആവിയിൽ നിന്ന് ഒരു 2 മിനിറ്റ്സ് ഒന്ന് വേവട്ടെ. ഞാനിവിടെ 2 മിനിറ്റ്സിന് മേലെയായിട്ടോ ആ വെള്ളം പറ്റിപ്പോയി. അപ്പോൾ നമ്മൾ മൂടി വയ്ക്കുന്ന ആ സമയത്ത് നമ്മൾ 2 മിനിറ്റ്സ് കഴിയുമ്പോൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഈ പ്രൗൺസിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് ഇങ്ങനെ ആ വെള്ളമൊക്കെ ഒന്ന് പ്രൗൺസിലേക്ക് പിടിച്ച് ഒരു കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് മാറി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് ഒരല്പം ഉപ്പിൻ്റെ കുറവ് തോന്നി, ഞാനപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളം ഒന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് ഇനിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓണിയൻ സവോള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു 1.5 ടീസ്പൂൺ പുളിവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുളിവെള്ളം ഒഴിക്കുന്നതോടുകൂടി നമ്മുടെ ഫ്രൈൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലിലേക്ക് പോകും. അടിപൊളി ടേസ്റ്റാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഇതുപോലെ ഒന്ന് ചെയ്ത് തന്നെ നോക്കിയാലേ ഈ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. പുളിവെള്ളം ഞാൻ നമ്മുടെ സാമ്പാർ പുളിയില്ലേ, വാളംപുളിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പുളി നമുക്കിപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആ പുളിയുടെ അളവ് കൂട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം ആക്കിയാൽ മതി. അത് നിങ്ങൾ എടുക്കുന്ന പ്രൗൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ.
ഞാൻ ഒന്നുകൂടെ മൂടി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ പ്രോൺസിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതുവരെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ പ്രോൺസ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും പ്രോസസ്സ് ചെയ്യുന്നത് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിലുള്ള ഫ്ലെയിമിലിട്ടിട്ടാണ്, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യരുത്. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മുളക് കൂടുതൽ, എരിവ് കുറച്ചും കൂടി കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല, എനിക്ക് ആ ഒരു മുളക് തന്നെ കറക്റ്റായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മുളക് പൊടിയും കൂടി ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് നമ്മളൊന്ന് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മസാല ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ മസാലകളൊക്കെ നന്നായിട്ട് പ്രോൺസിൽ പിടിച്ചിരിക്കും. അല്ലാതെ നമ്മൾ മസാല പുരട്ടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മസാല വേറെയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ മസാല പ്രോൺസിൽ നിന്ന് അടർന്ന് മാറാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പ്രാൺ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പിടി കരിവേപ്പിലയും ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ഞാൻ സർവിങ് ഡിഷിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള പ്രോൺസ് ഫ്രൈ റെഡിയാണ്. നല്ല ടേസ്റ്റിയുമാണ്. കാണാനാണെങ്കിൽ നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. സ്മെല്ലാണെങ്കിലും നല്ല സൂപ്പർ സ്മെല്ലുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഈ ഡിഷ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയക്കാൻ മറക്കല്ലേ. താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അയച്ചു തരിക. താങ്ക് യു ഫോർ വാച്ചിങ്.